all, welcome to once. So, we electronic devices 6th chapter, that is MOS Capacitor ennu parayna chapter aanu start cheyan povunnu. Okay. So, last chapter il nammal MOSFET ne kurichu detailed ആയി ഡിസ്കസ് ചെയ്തതാണ്. സോ മോസ്ഫെറ്റിൻ്റെ തന്നെ ഒരു പാർട്ട് തന്നെയാണ് എന്ത് നമ്മുടെ മോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോസ് കപ്പാസിറ്ററിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അക്യുമുലേഷൻ മോഡ്, ഡിപ്ലീഷൻ മോഡ്, അതുപോലെ തന്നെ ഇൻവേർഷൻ മോഡ്. സോ ഈ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, ദെൻ ആ ഒരു ഡിഫറെൻറ്റ് മോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡ് ഡയഗ്രാം, ഇന്ന് ഡിഫറെൻറ്റ് മോഡ്സിലുള്ള കപ്പാസിറ്റൻസ്, ഓരോ മോഡിലും വരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻലി ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ബേസിക്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് മോസ് കപ്പാസിറ്റർ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്, ദെൻ അതിൻ്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രാം നമുക്ക് എങ്ങനെ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയം കേസിൽ എനർജി ബാൻഡ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ metal oxide semiconductor, that is MOS stands for metal oxide semiconductor. So MOS capacitor ആണ് അല്ലേ. സോ നോർമലി കപ്പാസിറ്റൻസ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യുക? രണ്ട് പാരലൽ പ്ലേറ്റ്സ് അല്ലേ. സോ രണ്ട് പാരലൽ പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുക അല്ലേ. സോ നോർമലി നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ടാവും അല്ലേ. സോ ഈ പാരലൽ പ്ലേറ്റ്സിനിടയ്ക്ക് നമ്മൾ എന്താ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക? വി ഹാവ് സം ഡൈഇലക്ട്രിക് അല്ലേ. സോ ഈ പാരലൽ പ്ലേറ്റ്സിനിടയ്ക്ക് നമ്മൾ ഡൈഇലക്ട്രിക് ആയിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. സോ ഇഫ് യു ആർ അപ്ലൈയിങ് വോൾട്ടേജ് ലൈക്ക് ദിസ്, നമ്മളിങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ ദിസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും മെറ്റൽ പ്ലേറ്റ്സ് ആണ് അല്ലേ. സോ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ആണ്. സോ രണ്ട് മെറ്റൽ ആണ്. അതിൻ്റെ വാലൻസ് ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സോ പോസിറ്റീവ് പൊളാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഡ്യൂ ടു ദാറ്റ് പോസിറ്റീവ് പൊളാരിറ്റി ഇറ്റ് വിൽ അട്രാക്ട് ഇലക്ട്രോൺസ് അല്ലേ. സോ ഇലക്ട്രോൺസിന് അതെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ അട്രാക്ട് ഇലക്ട്രോൺസ്. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇലക്ട്രോൺസ് എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ ഒരു മെറ്റലിലെ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ് ചാർജ്. സപ്പോസ് 3 ഇലക്ട്രോൺസ് ഇവിടുന്ന് പോയി എന്ന് വിചാരിക്കാം. സോ ഇറ്റ് വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ. സോ ആ ആറ്റംസ് എന്ത് ചെയ്യും? അയണൈസ് ചെയ്യും, പോസിറ്റീവ് ചാർജ് ആവും. സോ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഈ ലോവർ മെറ്റൽ പ്ലേറ്റിലേക്ക് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു പൊളാരിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് വരിക, പ്ലസ് ടു മൈനസ് ഡയറക്ഷനിലാണ് വരിക. സോ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ ചാർജ് കാരിയർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ ചാർജ് കാരിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യും. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ അബ്സോർബ്ഡ് ഓർ റിസീവ്ഡ് ബൈ ദീസ് ആറ്റംസ്. അതായത് ഈ ലോവർ മെറ്റൽ പ്ലേറ്റിലുള്ള ആറ്റംസ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യും. സോ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചാർജ് ആവും? നെഗറ്റീവ് ചാർജ് ആവും. സോ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസിനെയാണ് റിസീവ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി 3 നെഗറ്റീവ് ചാർജ് അല്ലേ. സോ ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ടായി, അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടായി? 3 നെഗറ്റീവ് ചാർജ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് ദീസ് 2 മെറ്റൽ പ്ലേറ്റ്സ്. ഈ മെറ്റൽ പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്തു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്തു. ഇനി ഈ ഇലക്ട്രോൺസിന് ഒബ്വിയസ്ലി ഇങ്ങോട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. ഇങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ ഒരു പോസിറ്റീവ് ചാർജിലേക്ക് ഈ ഒരു ലൂപ്പ് വഴി വരുന്ന ഇലക്ട്രോൺസിന് എന്താണ്? ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഡൈഇലക്ട്രിക് ആയതുകൊണ്ട് ആ ഡൈഇലക്ട്രിക്കിലൂടെ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്താണ്? പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആസ് എ റിസൾട്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈഇലക്ട്രിക്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വരിക. ഓക്കെ, സോ വോൾട്ടേജ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഡെവലപ്പ് ചെയ്തു. സോ അതാണ് ബേസിക് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ്? പോസിറ്റീവ് ചാർജ്, 3 പോസിറ്റീവ് ചാർജ്. ഞാൻ 3 ഇലക്ട്രോൺസിൻ്റെ കേസാണ് എടുത്തത്. സോ 3 ഇലക്ട്രോൺസ് ഇവിടുന്ന് റിലീസ് ആയപ്പോൾ ഇവിടെ 3 പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്തു. ആ 3 ഇലക്ട്രോൺസിനെ ഈ ലോവർ മെറ്റൽ പ്ലേറ്റ് റിസീവ് ചെയ്തപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായി. സോ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. C is equal to Q by V.
കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എന്താണ് Q/V. അവിടെ എനർജി സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ ഇതാണ് ബേസിക് ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതേ എഫക്റ്റ് തന്നെ നമ്മുടെ മോസ്ഫെറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇതേ എഫക്റ്റ് തന്നെ നമുക്ക് എവിടെ കാണാൻ പറ്റും? മോസ്ഫെറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് മെറ്റലിൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? നമ്മുടെ പാരലൽ പ്ലേറ്റിൽ എന്താണ്? രണ്ട് മെറ്റൽ പ്ലേറ്റിന് ഇടയ്ക്ക് എന്താണ്? ഡൈഇലക്ട്രിക് ആണ്. പക്ഷേ മോസ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റലിൻ്റെയും ഒരു സെമി കണ്ടക്ടറിൻ്റെയും ഇടയ്ക്ക്, ഒരു മെറ്റലിൻ്റെയും ഒരു സെമി കണ്ടക്ടറിൻ്റെയും ഇടയ്ക്ക് എന്താണ്? ഒരു ഓക്സൈഡ് ലെയറാണ്. ഓക്സൈഡ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SiO2 ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഓക്സൈഡ് ലെയർ. ആൻഡ് ഇറ്റ് ഈസ് എ ഡൈഇലക്ട്രിക്, അതായത് ഒരു ഡൈഇലക്ട്രിക് ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെയും ഒരു സെമി കണ്ടക്ടറിൻ്റെയും ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്താ പ്ലേസ് ചെയ്യുന്നത്? വി ആർ പ്ലേസിങ് സം ഡൈഇലക്ട്രിക്. ഒരു ഡൈഇലക്ട്രിക് നമ്മൾ പ്ലേസ് ചെയ്യാണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SiO2 ആണ് പ്ലേസ് ചെയ്യുന്നത്. സോ വി ആർ പ്ലേസിങ് SiO2 അല്ലേ? സോ ഒരു മെറ്റലും ഒരു സെമി കണ്ടക്ടറിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക്, നമ്മുടെ പാരലൽ പ്ലേറ്റിൻ്റെ അതേ സ്ട്രക്ചറിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ മെറ്റൽ സെമി കണ്ടക്ടറിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പ്ലേസ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി സം കപ്പാസിറ്റൻസ് എഫക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോസ് കപ്പാസിറ്റർ എന്ന് പറയുക. ഓക്കെ, സോ ഇത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? മോസ്ഫെറ്റിലാണ് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. അതായത് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിലാണ് നമ്മൾ ഈ ഒരു മോസ് കപ്പാസിറ്റൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മോസ് കപ്പാസിറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എവിടെയാണ്? എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിലാണ്. ഓക്കെ, സോ എന്താ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്? മോസ്ഫെറ്റിൽ സോഴ്സും ഡ്രെയിനും അതിനിടയ്ക്ക് ആണ് നമ്മുടെ ചാനൽ ഉണ്ടാവുക അല്ലേ? സോ സോഴ്സിനും ഡ്രെയിനും ഇടയ്ക്ക് ചാനൽ ഒന്നും നോർമലി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് വേണം ചാനൽ ഡെവലപ്പ് ചെയ്യാൻ. സോ ആ ടൈപ്പ് മോസ്ഫെറ്റ് ആണ് എന്ത്? എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. ആൻഡ് ദ വോൾട്ടേജ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ ചാനൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ. സോഴ്സിനും ഡ്രെയിനും ഇടയ്ക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ആ ഒരു വോൾട്ടേജിൻ്റെ പർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, സോ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണെന്ത്? ത്രഷോൾഡ് വോൾട്ടേജ്, VT എന്ന് പറയുന്നത്. ഓക്കെ, സോ VT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് VGS ആണ് അല്ലേ? VGSൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? VT എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് VT വാല്യൂ എ ചാനൽ ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ അല്ലേ? ഇതാണ് നമ്മുടെ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റും അതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഒക്കെ പറഞ്ഞതാണ്. ഇനി നമ്മൾ മോസ്ഫെറ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചല്ല ബോധേഡ് ആവുന്നത്. ആ മോസ്ഫെറ്റിലുള്ള MOS മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ സ്ട്രക്ചർ മാത്രം എടുത്തിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് അതൊരു മോസ് കപ്പാസിറ്റൻസ് എഫക്റ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ മോസ് കപ്പാസിറ്ററിൻ്റെ വേറൊരു പേരാണ് മോസ് ഡയോഡ് എന്ന് പറയുന്നത്. മോസ് കപ്പാസിറ്റർ ഈസ് ഓൾസോ കോൾഡ് മോസ് ഡയോഡ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. സോ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വി ഹാവ് സം സിലിക്കൺ മെറ്റീരിയൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റൽ. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഗേറ്റ് ആണ് അല്ലേ? ഗേറ്റ് ടെർമിനൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത്. സോ ഈ മെറ്റലിനും സെമി കണ്ടക്ടറിനും ഇടയ്ക്ക് എന്താ ഉള്ളത്? ഒരു ഡൈഇലക്ട്രിക് ആണ് ഉള്ളത്. ആൻഡ് ദിസ് ഡൈഇലക്ട്രിക് ഈസ് SiO2. സോ SiO2 ആണ് നമ്മുടെ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ മെറ്റലിനും സെമി കണ്ടക്ടറിനും ഇടയ്ക്ക് എന്താ ഉള്ളത്? ഡൈഇലക്ട്രിക് ആണ്. സോ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതാണ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, സോ നമ്മൾ നോർമലി മോസ്ഫെറ്റിന് 4 ടെർമിനൽസ് ആണ് പറയാറുള്ളത്. മോസ്ഫെറ്റിന് 4 ടെർമിനൽസ് ആണുള്ളത്. ഏതൊക്കെയാണ് മോസ്ഫെറ്റിൻ്റെ ടെർമിനൽസ്? സോഴ്സ് ഉണ്ട്, ദെൻ ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഓർ സബ്സ്ട്രേറ്റ് ടെർമിനൽ. ആൻഡ് വി ആർ ഷോർട്ട് സർക്യൂട്ട് സോഴ്സ് ആൻഡ് ബോഡി അല്ലേ? സോഴ്സും ബോഡി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ വി ആർ ഷോർട്ട് സർക്യൂട്ടിങ് സോഴ്സ് ആൻഡ് ബോഡി. ഇതാണ് അതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ MOS സ്റ്റാൻഡ്സ് ഫോർ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. So it is made up of semiconductor, body or substrate ഉണ്ടാവും. Then ഒരു ഇൻസുലേറ്റർ ഫിലിം ഉണ്ടാവും, SiO2 ഉണ്ടാവും.
such as SiO2 and a metal electrode called gate. Okay, so ഈ ഒരു ഓക്സൈഡ് ഫിലിമിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വളരെ തിന്നാണത്, അറൗണ്ട് ഒരു 1.5 നാനോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ സൈസ് ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, സോ ഇതാണ് MOS സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ MOS ട്രാൻസിസ്റ്ററിലാണ് നമുക്ക് ഈ MOS സ്ട്രക്ചർ ഉള്ളത്, അല്ലെങ്കിൽ MOS കപ്പാസിറ്റർ എഫക്റ്റ് നമ്മൾ പറയുന്നത് എവിടെയാണ്? MOS ട്രാൻസിസ്റ്ററിലാണ്. സോ ഇതാണ് നമ്മുടെ MOS ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ. നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറും ഓപ്പറേഷനും എല്ലാം പഠിച്ചതാണ്. വി ഹാവ് ദി സോഴ്സ്, ദെൻ ഗേറ്റ് ഉണ്ടാവും, ദെൻ ഡ്രെയിൻ ഉണ്ടാവും അല്ലേ, ദെൻ വൺ മോർ ടെർമിനൽ ഇവിടെ ഉണ്ടാവും, അതാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറാണ് ഇവിടെ സെപ്പറേറ്റ് നിങ്ങൾക്ക് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ഒരു ബോക്സിലുള്ള ഒരു സ്ട്രക്ചർ സെപ്പറേറ്റ് ചെയ്ത് എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ MOS കപ്പാസിറ്റർ എന്ന് പറയുന്നത്, MOS കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ എന്തൊക്കെയുള്ളത്? മെറ്റൽ, ഓക്സൈഡ്, ദെൻ സെമി കണ്ടക്ടർ. ആ സെമി കണ്ടക്ടർ പി ടൈപ്പും ആവാം എൻ ടൈപ്പും ആവാം. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് ഇറ്റ് ക്യാൻ ബി പി ഓർ എൻ, പി ടൈപ്പ് സബ്സ്ട്രേറ്റും ആവാം അല്ലെങ്കിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റും ആവാം. അത് ഏത് ടൈപ്പ് മോസ്ഫെറ്റ് ആണ്, ഏത് ടൈപ്പ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അത് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഉണ്ട്, അതായത് NMOSും ഉണ്ട് PMOSും ഉണ്ട് അല്ലേ. വി ഹാവ് NMOS ആൻഡ് PMOS. ഈ രണ്ട് സ്ട്രക്ചറാണ് അവൈലബിൾ ആയിട്ടുള്ളത്, NMOSും PMOSും. ഓക്കെ, സോ NMOS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NMOS ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് NMOSൻ്റെ കേസിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? P ആയിരിക്കും. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് P ആയിരിക്കും. PMOS ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N ആയിരിക്കും. PMOS ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സബ്സ്ട്രേറ്റ് എന്തായിരിക്കും? N ആയിരിക്കും. ഓക്കെ, സോ ഓപ്പോസിറ്റ് മെറ്റീരിയൽ ആയിരിക്കും സബ്സ്ട്രേറ്റ് വരിക. NMOS ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് P, PMOS ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് എന്തായിരിക്കും? N ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ഓക്സൈഡിൻ്റെ തിക്നെസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓക്സൈഡ്. സോ ഓക്സൈഡിൻ്റെ തിക്നെസ് ഉണ്ട്. സോ ഈ തിക്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DOX ആണ് ഇതിൻ്റെ തിക്നെസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? TOX എന്നും മാർക്ക് ചെയ്യാം. ഓക്സൈഡ് ലെയറിൻ്റെ തിക്നെസ് TOX അല്ലെങ്കിൽ DOX. ഓക്കെ, ഇതാണ് തിക്നെസ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ കാൽക്കുലേഷനിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരിക അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കപ്പാസിറ്റൻസ് C is equal to എന്താ വരിക? എപ്സിലോൺ A/D ആണ്. എപ്സിലോൺ A/D ആണ്. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് ഡയലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ആണ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ രണ്ട് പ്ലേറ്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അതുപോലെ നമുക്ക് MOS കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഈ ഓക്സൈഡിൻ്റെ തിക്നെസ്. ബിക്കോസ് ദാറ്റ് ഓക്സൈഡ് വിൽ ആക്ട് ആസ് ദി ഡയലക്ട്രിക്. ആ ഓക്സൈഡാണ് നമ്മുടെ ഡയലക്ട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഫോർമുല വരുമ്പോൾ നമുക്ക് ആ ടേമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ MOS കപ്പാസിറ്റർ ഈസ് പാർട്ട് ഓഫ് ദി MOS ട്രാൻസിസ്റ്റർ. നമ്മുടെ MOS ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ MOS കപ്പാസിറ്റർ. അതായത് ഇതാണ് നമ്മുടെ MOS കപ്പാസിറ്റർ. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി MOS ട്രാൻസിസ്റ്റർ. സോ സെമി കണ്ടക്ടർ ഡിവൈസസിൽ ഒരുപാട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് MOS ട്രാൻസിസ്റ്ററിനെ വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പറയാം: MOS കപ്പാസിറ്റർ വിത്ത് 2 PN ജംഗ്ഷൻസ്. അതായത് MOS കപ്പാസിറ്റർ ആണ് ഇത്, അതിൻ്റെ കൂടെ 2 PN ജംഗ്ഷൻസ്. 2 PN ജംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോഴ്സും ബോഡിയും തമ്മിലൊരു ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനും ബോഡിയും തമ്മിൽ, ഡ്രെയിനും നമ്മുടെ സബ്സ്ട്രേറ്റും, സോഴ്സും സബ്സ്ട്രേറ്റും തമ്മിലൊരു PN ജംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനും സബ്സ്ട്രേറ്റും തമ്മിലൊരു PN ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 2 PN ജംഗ്ഷൻ നമ്മുടെ MOS കപ്പാസിറ്ററിൻ്റെ 2 എൻഡിലായിട്ട് 2 PN ജംഗ്ഷൻ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ MOS ട്രാൻസിസ്റ്ററായി. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ MOS കപ്പാസിറ്ററിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എനർജി ബാൻഡ് ഡയഗ്രാം നമുക്ക് എങ്ങനെ, ഏത് രീതിയിൽ വരയ്ക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് മെയിൻലി നോക്കാനുള്ളത്. സോ ഞാനിവിടെ 2 കേസാണ് പറയാൻ പോകുന്നത്. ഒന്ന്, N ടൈപ്പ് സബ്സ്ട്രേറ്റ് വരുന്ന സമയത്ത്, അതായത് സബ്സ്ട്രേറ്റ് N ടൈപ്പ് ആണെങ്കിൽ, സോ സബ്സ്ട്രേറ്റ് N ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സ്ട്രേറ്റ് N ടൈപ്പ് ആണെങ്കിൽ ഏത് മോസ്ഫെറ്റ് ആയിരിക്കും? സബ്സ്ട്രേറ്റ് N ടൈപ്പ് ആണെങ്കിൽ ഇറ്റ് ഈസ് PMOS. ഓക്കെ,
സോ പി മോസിൻ്റെ കേസിൽ, സോ ദിസ് ഈസ് ഫോർ പി മോസിൻ്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാമാണ് ഫസ്റ്റ്. ദെൻ സബ്സ്ട്രേറ്റ് എന്താവാം? പി ടൈപ്പ് ആവാം. സബ്സ്ട്രേറ്റ് പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ മോസ്. സബ്സ്ട്രേറ്റ് പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ മോസ്. ഓക്കെ, സബ്സ്ട്രേറ്റ് പി ടൈപ്പ് ആണെങ്കിൽ എൻ മോസ്, സബ്സ്ട്രേറ്റ് എൻ ടൈപ്പ് ആണെങ്കിൽ പി മോസ്. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ ഉള്ളത്. ഓക്കെ, ഇനി ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 റീജിയൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? വി ഹാവ് മെറ്റൽ ആൻഡ് വി ഹാവ് ഓക്സൈഡ് ആൻഡ് വി ഹാവ് സെമി കണ്ടക്ടർ. ഈ 3 സെക്ഷൻസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ ഉണ്ട്, ഓക്സൈഡ് ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. മെറ്റൽ ഉണ്ട്, ഓക്സൈഡ് ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു ടേം ആണ് എന്ത്? വർക്ക് ഫങ്ഷൻ. ഓക്കെ, വർക്ക് ഫങ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്താണ് വർക്ക് ഫങ്ഷൻ എന്നുള്ളത്. സോ വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടർ ആയാലും കണ്ടക്ടർ ആയാലും ഇൻസുലേറ്റർ ആയാലും നമ്മളവിടെ പഠിച്ചിരിക്കുന്ന ഒരു ടേമാണ് എനർജി ലെവൽ. അതായത് എനർജി ബാൻഡ് ഡയഗ്രത്തിൽ നമ്മൾ ഫെർമി ലെവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവലാണ്. ഒരു കണ്ടക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് നമ്മുടെ ബാൻഡ് ഡയഗ്രത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവലാണ് എന്ത്? ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹയസ്റ്റ് എനർജി ലെവൽ അല്ലേ. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഹയസ്റ്റ് എനർജി ലെവലിനെ നമുക്ക് എന്ത് പറയാം? ഫെർമി ലെവൽ എന്ന് പറയാം. സോ ഫെർമി ലെവലിൻ്റെ മുകളിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ മാക്സിമം ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവലിനെ നമുക്ക് എന്ത് പറയാം? ഫെർമി ലെവൽ എന്ന് പറയാം അല്ലേ. സോ ഫെർമി ലെവലും ഇനി നമ്മൾ കുറച്ച് എനർജി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കയ്യിലൊരു മെറ്റൽ ഉണ്ട് വിചാരിക്കാം. സോ മെറ്റലിൽ വി ഹാവ് സം മെറ്റൽ. ഇതാണ് ഇപ്പോൾ നമ്മുടെ മെറ്റൽ എന്ന് വിചാരിക്കാം. സോ ഈ മെറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ നമ്മൾ കുറച്ച് എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇലക്ട്രോൺസ് ക്യാൻ കം ഔട്ട്സൈഡ്. അതായത് ഇതിൻ്റെ പുറത്തുള്ള റീജിയൻ, നമ്മൾ ആ റീജിയനെ വാക്വം എന്നാണ് പറയുന്നത്. പുറത്തുള്ള റീജിയനെ നമ്മൾ എന്താ പറയുക? വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാക്വം. ഓക്കെ, സോ ആ ഔട്ട്സൈഡ് റീജിയനെ നമുക്ക് എന്ത് പറയാം? വാക്വം എന്ന് പറയാം. സോ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കം ഔട്ട്സൈഡ് അല്ലേ, പുറത്തേക്ക് വരാൻ പറ്റും. സോ അതിന് വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ ഒരു എനർജീനെയാണ് ബേസിക്കലി എന്ത് പറയുക? വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെറ്റലിൻ്റെ കേസാണ്. ഇതിപ്പോൾ മെറ്റലാണ് എടുത്തത്. ഇനി ഈ മെറ്റീരിയൽ മെറ്റൽ അല്ല, സപ്പോസ് ദ മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഈസ് സെമി കണ്ടക്ടർ, ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെയും എന്താണ്? ഈ ഇലക്ട്രോൺസിനെ നമുക്ക് പുറത്തേക്ക് വാക്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു സപ്ലൈ സം എനർജി. നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് എനർജി കൊടുക്കണം അല്ലേ. സോ ദാറ്റ് എനർജി ഈസ് കോൾഡ് വർക്ക് ഫങ്ഷൻ ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ. ഇത് മെറ്റലിൻ്റെ കേസിലുള്ള വർക്ക് ഫങ്ഷൻ. രണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? അതിലുള്ള ഇലക്ട്രോൺസിന് എനർജി സപ്ലൈ ചെയ്ത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. സോ പുറത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺ ആണെങ്കിലും സെമി കണ്ടക്ടർ എന്നുള്ള ഇലക്ട്രോൺ ആണെങ്കിലും പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് സം എനർജി ലെവൽ ആൻഡ് ദാറ്റ് എനർജി ലെവൽ ഈസ് കോൾഡ് വാക്വം എനർജി ലെവൽ. ആ എനർജി ലെവലിനെ എന്താ വിളിക്കുന്നത്? വാക്വം എനർജി ലെവൽ എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് വാക്വം എനർജി ലെവൽ. സോ വർക്ക് ഫങ്ഷൻ അപ്ലൈ ചെയ്ത് ഇലക്ട്രോൺസ് ഫ്രീ ആയി വാക്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവലിനെ പറയുന്ന പേരാണ് വാക്വം എനർജി ലെവൽ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ലെവൽ പറഞ്ഞു. അതായത് ഒന്ന് നമ്മുടെ ഫെർമി ലെവല്, സോ ഹയസ്റ്റ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവലിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഫെർമി ലെവൽ എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ വർക്ക് ഫങ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വർക്ക് ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്വത്തിൽ വരുന്ന എനർജി ലെവലാണ് വാക്വം എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? വർക്ക് ഫങ്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർമി ലെവൽ ആൻഡ് വാക്വം എനർജി ലെവൽ. അതായത് ഫെർമി ലെവലും വാക്വം എനർജി ലെവലും. ഓക്കെ, സോ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? വാക്വം എനർജി ലെവലാണ്. സോ വാക്വം എനർജി ലെവൽ മൈനസ് ഫെർമി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക?
വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. സോ വർക്ക് ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം എനർജി ലെവൽ മൈനസ് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം എനർജി ലെവൽ E0 ആൻഡ് ദി ഫെർമി ലെവൽ. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും നമ്മുടെ വാക്വം എനർജി ലെവൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സെയിം അല്ലേ? മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്ത് വന്നാലും സെമി കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോൺ പുറത്ത് വന്നാലും ആ വാക്വത്തിൽ അത് ഒരേ എനർജി ലെവലിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാക്വം എനർജി ലെവൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ മെറ്റൽ, ഇതാണ് ഓക്സൈഡ്, ഇതാണ് സെമി കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മുടെ വാക്വം എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി സെയിം ഫോർ മെറ്റൽ, ഓക്സൈഡ് ആൻഡ് ഓക്സൈഡ് മീൻസ് ഡയലക്ട്രിക് ആൻഡ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ ടൈപ്പ് ആണെങ്കിലും പി ടൈപ്പ് ആണെങ്കിലും എന്താണ് നമ്മുടെ വാക്വം ലെവൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്, സെയിം ആയിരിക്കും അല്ലേ? സോ ഇതാണ് നമ്മുടെ വാക്വം ലെവൽ. വാക്വം ലെവലിനെ നമ്മൾ E0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. E0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് നമ്മുടെ സെമി കണ്ടക്ടർ ആയിട്ട് എടുക്കുന്നത്, എൻ ടൈപ്പ് ആണ്. സോ ആ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രം ആദ്യം പറയാം. സോ ഇതാണ് മെറ്റൽ റീജിയൻ. സോ മെറ്റൽ റീജിയനിൽ ഏറ്റവും ഹയസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന മെറ്റലിൽ ഏറ്റവും ഹയസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവൽ അതാണ് നമ്മുടെ ഫെർമി ലെവൽ മാർക്ക് ചെയ്തേക്കുന്നത്. EFM. മെറ്റലിൻ്റെ കേസിൽ നമുക്കറിയാം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇതിൽ എന്താണ് ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവലാണ് എന്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താണ് നമ്മുടെ മെറ്റലാണ്. സോ മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ മാർക്ക് ചെയ്തു. സോ ഈ ഒരു ഫെർമി ലെവലും ഈ ഒരു വാക്വം ലെവലും തമ്മിലുള്ള ഈ ഒരു എനർജി ഡിഫറൻസ്. സോ ഈ ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇറ്റ് ഈസ് കോൾഡ് എനർജി ഡിഫറൻസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് φm. φm എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. നമ്മുടെ വാക്വം ലെവലും നമ്മുടെ ഫെർമി ലെവലും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മെറ്റൽ സെക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു സെൻറ്റർ പോർഷനാണ് നമ്മുടെ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഡൈഇലക്ട്രിക്കിൽ നമുക്കറിയാം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. സോ നമ്മൾ ഡൈഇലക്ട്രിക്കിൽ കാര്യമായിട്ടുള്ള അനാലിസിസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ ഡൈഇലക്ട്രിക് ഇവിടെ ഉണ്ട്. ദെൻ സെമി കണ്ടക്ടർ, അടുത്ത സെക്ഷൻ ഏതാണ്? സെമി കണ്ടക്ടർ ആണ്. സോ സെമി കണ്ടക്ടർ എന്താണ്? എൻ ടൈപ്പ് ആണ്. സെമി കണ്ടക്ടർ എന്താണ്? എൻ ടൈപ്പ് ആണ്. ഓക്കെ, സോ എൻ ടൈപ്പിൻ്റെ കേസിൽ നമുക്കറിയാം വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഫെർമി ലെവൽ ഉണ്ട്. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എൻ ടൈപ്പിൻ്റെ കേസിൽ എവിടെയായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിൻ്റെ അടുത്തായിരിക്കും ഫെർമി ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിലുള്ള കേസാണ്. ഓക്കെ, സോ ഇക്വിലിബ്രിയത്തിൽ ഫെർമി ലെവൽ വിൽ ബി അലൈൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫെർമി ലെവൽ വിൽ ബി അലൈൻഡ് അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ PN ജംഗ്ഷനിലൊക്കെ അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുമ്പോൾ പറഞ്ഞ കേസാണ്. പി ടൈപ്പിലുള്ള എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുന്നു, എൻ ടൈപ്പിലുള്ള എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുന്നു. രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുക്കാത്ത കേസ്. സോ ആ ഒരു കേസിൽ നമ്മുടെ ഫെർമി ലെവൽ വിൽ ബി അലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ കേസിലുള്ള ഫെർമി ലെവലും നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ എന്തായിരിക്കും? ഒരേ ലെവലിലായിരിക്കും അല്ലേ? ഒരേ ലെവലിലായിരിക്കും നമ്മുടെ ഫെർമി ലെവൽ വരുന്നത്. സോ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫെർമി ലെവൽ സിംഗിൾ ലൈനിലായിരിക്കും വരിക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എൻ ടൈപ്പ് ആണ്. സോ എൻ ടൈപ്പിൻ്റെ കേസിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് തൊട്ട് താഴെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. സോ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ എന്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. തൊട്ട് താഴെയാണ് എന്ത് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. ഓക്കെ, ഇനി കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും അല്ലെങ്കിൽ കണ്ടക്ഷൻ എനർജി ലെവൽ ECയുടെയും വാലൻസ് എനർജി ലെവൽ EVയുടെയും നേരെ നടുവിലാണ്, നേരെ മിഡിലാണ് ഇൻട്രിൻസിക് എനർജി ലെവൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫെർമി ലെവൽ വരുന്നത്. ഇൻട്രിൻസിക് ഫെർമി ലെവൽ EI വരുന്നത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഈ എനർജി ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നേരെ മിഡിലായിരിക്കും നമ്മുടെ ഇൻട്രിൻസിക് എനർജി ലെവൽ EI വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി
ഇവിടെ നിങ്ങൾക്ക് ഒരു ടേമും കൂടെ കാണാം, 𝜓Sc. 𝜓Sc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. ഇലക്ട്രോൺ അഫിനിറ്റി. സോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം എനർജി ലെവൽ ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ. E0 മൈനസ് EC-നെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുക. വർക്ക് പൊട്ടൻഷ്യൽ എന്തായിരുന്നു, E0 മൈനസ് EF ആയിരുന്നു. E0 മൈനസ് EC ആണെന്ത്, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്ന ടേം വരുന്നത്. സോ ഇത്രയും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ വർക്ക് പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ ഉണ്ട്. വർക്ക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 𝜓Sc, അതായത് ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് Eg/2 മൈനസ് Q ഇൻറ്റു 𝜙F ആണ്. മൈനസ് Q ഇൻറ്റു 𝜙F ആണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസാണ്. ഇനി P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിലോ, P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്താ വ്യത്യാസം വരിക? P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇതാണ് നമ്മുടെ മെറ്റൽ സെക്ഷൻ, ഇതാണ് നമ്മുടെ ഓക്സൈഡ് ഡൈലക്ട്രിക് SiO2, ഇതാണ് നമ്മുടെ സെമി കണ്ടക്ടർ. അപ്പോൾ മെറ്റലിൻ്റെ അവിടെ ചേഞ്ച് ഒന്നുമില്ല. മെറ്റലിൽ ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫെർമി ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫെർമി ലെവൽ, അതായത് EFM, ഫെർമി ലെവൽ ഇൻ കേസ് ഓഫ് മെറ്റൽ, അതാണ് EFM. അവിടെ ഏറ്റവും ഹയസ്റ്റ് എനർജി ആയിട്ട് നമ്മുടെ വാക്വം ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വാക്വം ലെവൽ ഈസ് ഡിനോട്ടഡ് ബൈ E0. അപ്പോൾ ഈ ഫെർമി ലെവലും വാക്വം എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് കേസിലും ഈ മെറ്റൽ സെക്ഷൻ സെയിം ആണ് അല്ലേ, മെറ്റൽ സെക്ഷൻ സെയിം ആണ്. ഡൈലക്ട്രിക് ഉണ്ട് ഇവിടെ, ഡൈലക്ട്രിക് ഉണ്ട് ഇവിടെ, രണ്ടും എന്താണ്, ഡൈലക്ട്രിക് കേസും സെയിം ആണ്. ഇനി വ്യത്യാസം വരാൻ പോകുന്നത് ഇവിടെ സെമി കണ്ടക്ടർ എന്താണ്, P ടൈപ്പ് ആണ്. സെമി കണ്ടക്ടർ P ടൈപ്പ് ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് ഫെർമി ലെവൽ വിൽ ബി അലൈൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ലെവലിൽ തന്നെയാണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവലും വരേണ്ടത്. പക്ഷേ സെമി കണ്ടക്ടർ എന്താണ്, P ടൈപ്പ് ആണ്. സോ P ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫെർമി ലെവൽ വിൽ ബി അലൈൻഡ് ക്ലോസ് ടു ദി വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിൻ്റെ അടുത്തായിരിക്കും ഫെർമി ലെവൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ വാലൻസ് ബാൻഡ്. സോ ഈ വാലൻസ് ബാൻഡിൻ്റെ അടുത്താണ് നമ്മുടെ ഫെർമി ലെവൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ P ടൈപ്പിൻ്റെ കേസിലുള്ള ഫെർമി ലെവൽ. സോ ആ ഫെർമി ലെവലും മെറ്റലിൻ്റെ ഫെർമി ലെവലും എന്താണ്, അലൈൻഡ് ആണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്, കണ്ടക്ഷൻ ബാൻഡ് EC എന്ന് പറയുന്നത്. ഇനി ECDയും EVDയും നടുവിലാണ് നമ്മുടെ ഇൻട്രിൻസിക് ഫെർമി ലെവൽ വരുന്നത്. ഇൻട്രിൻസിക് ഫെർമി ലെവൽ EC പ്ലസ് EV/2 എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ നേരെ മിഡിലാണ് നമ്മൾ ഇൻട്രിൻസിക് ഫെർമി ലെവൽ വരുന്നത്. ഓക്കെ, ഇനി കണ്ടക്ഷൻ ബാൻഡും E0ഉം ഈ ഡിഫറൻസ് ആണെന്ത്, നമ്മുടെ ഇലക്ട്രോൺ അഫിനിറ്റി. E0 മൈനസ് EC ആണെന്ത്, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇനി ഫെർമി ലെവലിൽ നിന്ന് E0ലേക്കുള്ള ഈ ഒരു എനർജി ആണെന്ത്, നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും വർക്ക് ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വർക്ക് ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ ഇതാണ്, P ടൈപ്പിൻ്റെ ഫെർമി ലെവൽ ഇതാണ് അല്ലേ. സോ അതിന്ന് നമ്മുടെ E0ലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫെർമി ലെവൽ ഇതാണ്. സോ ഈ ഫെർമി ലെവലിൽ നിന്ന് E0ലേക്കുള്ള വാക്വം എനർജി ലെവൽ E0ലേക്കുള്ള ഈ ഒരു എനർജി ഡിഫറൻസ് ആണ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ ഫോർ സെമി കണ്ടക്ടർ. ഓക്കെ, സോ നോർമലി നമ്മളിതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് ഫങ്ഷൻസ് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി സം ബെൻഡിങ്. ഓക്കെ, ഇതിൻ്റെ ബാൻഡ് ഡയഗ്രത്തിൽ ഈ ഒരു ഇൻ്റർഫേസിൽ ചെറിയൊരു ബെൻഡിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ദർ വിൽ ബി സം ബെൻഡിങ് അത് ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസിൽ എന്താണ്, കുറച്ച് ബെൻഡിങ് ഉണ്ടാവും. ഓക്കെ, നമ്മളതിനെ ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബെൻഡിങ് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എനിവേ നമ്മൾ എടുക്കാൻ പോകുന്നത് വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി സെമി കണ്ടക്ടർ എന്നുള്ള രീതിയിലാണ്. അതായത് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ പറയും. എന്താണ് ഫ്ലാറ്റ് ബാൻഡ്, എന്താണ് ഫ്ലാറ്റ് ബാൻഡ് വോൾട്ടേജ് എന്നുള്ളതും അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ പറയും. അതുപോലെ തന്നെ ഇവിടെ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 𝜓Sc ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് Eg/2 പ്ലസ് QIF ആണ്. അപ്പോൾ ഇതാണ് വർക്ക് ഫംഗ്ഷനും ഇലക്ട്രോൺ അഫിനിറ്റി തമ്മിലൊരു റിലേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ മെയിനായിട്ട് നോക്കിയത് നമ്മുടെ MOSൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം അറ്റ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. സോ അടുത്ത സെഷനിൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. സോ വിൽ സീ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.
താങ്ക്